മുഖ്യമന്ത്രിനെ കാണാൻ കഴിയാത്ത ചുരുക്ക് മുഴുവൻ തീർക്കുന്നത് നമ്മുടെ പിണറായിയുടെ നെഞ്ചത്തായി. കഴിഞ്ഞ 10 വർഷത്തില് കേരളത്തിൽ അധികാരത്തിലിരുന്ന പിണറായി വിജയൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാൻ SFIക്കാർക്ക് ഒരു അവകാശം ലഭിച്ചു. എന്താണ് ഈ അലോഷ്യസ് പറയുന്നേ? സുഹൃത്തുക്കളെ, KSUവിന്റെ സംസ്ഥാന നേതാവാണ് അദ്ദേഹം. എന്തോ ഗംഭീരമായിട്ട് പറയുന്നുണ്ട്. ഇന്ന് ഈ നേതാവ് അദ്ദേഹത്തിന്റെ കൂടി നേതാവായിട്ടുള്ള VD സതീശൻ മേനോനെ കാണാനൊന്ന് പോയി. മൈൻഡ് ചെയ്തില്ല. ഇപ്പൊ കേരളത്തിലെ KSUവും ഒപ്പം തന്നെ VD സതീശൻ മേനോൻ ഗവൺമെന്റും തമ്മിലുള്ള ഫൈറ്റാണ് നടക്കുന്നത്. CPMകാരൊന്നും വേണ്ടി വരില്ല. മിക്കവാറും ഈ പറയുന്ന KSUവിനും ഒപ്പം കോൺഗ്രസിലുള്ള മറ്റുള്ള ആൾക്കാരും VD സതീശൻ മേനോനെ അവിടുന്ന് ചവിട്ടി താഴെയിടാനുള്ള എല്ലാ സാധ്യതയും കാണാനുണ്ട്. എന്തായാലും ഇനി കേൾക്കണേ. താങ്കളുടെ പ്രതികരണം വളരെ ലളിതമായ ചോദ്യമാണ്. താങ്കളെ മുഖ്യമന്ത്രി അവഗണിച്ചതിൽ താങ്കളുടെ പ്രതികരണം എന്താണ്? നൽകുന്ന സന്ദേശം എന്താ? ഞാൻ പറയുന്നതിന് സുഹൃത്തുക്കളെ, ചോദ്യം വളരെ വ്യക്തമാണ്. VD സതീശൻ മേനോൻ താങ്കളെ അവഗണിച്ചതിൽ താങ്കളുടെ പ്രതികരണം എന്താണ്? അല്ലേ? വ്യക്തമല്ല ചോദ്യം. ഇനി അതിന് അദ്ദേഹത്തിന് ഉത്തരം കേൾക്കണം. എന്ത് പറഞ്ഞാലും പിണറായി വിജയന്റെ നെഞ്ചത്തേക്ക് എന്തിനാണ് കയറുന്നത്? VD സതീശൻ മേനോൻ താങ്കൾ അവഗണിച്ചത് എന്തിനാണ് പിണറായി വിജയന്റെ മേലേക്ക് കയറുന്നത്? കേൾക്കണേ. കേൾക്കാനുള്ള ഒരു ക്ഷമ സ്വാഭാവികമായിട്ടും കേൾക്കുക. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ 10 വർഷക്കാലത്തിൽ കേരളത്തിൽ പിണറായി വിജയൻ അധികാരത്തിലിരുന്നപ്പോൾ ഒരു SFIക്കാരനോ DYFIക്കാരനോ ആ സർക്കാരിന് നേരെ എന്തെങ്കിലും വിരൽ ചൂണ്ടാനോ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനോ ഇത് തിരുത്തണമെന്ന് പറയാനുള്ള ഒരു ആർജവം കാണിച്ചിട്ടില്ല. എന്റെ പൊന്നു സുഹൃത്തെ KSUക്കാരാ, അങ്ങനെ കാണിക്കണമെങ്കിൽ താങ്കളുടെ അടക്കം ആയിട്ടുള്ള നമ്മുടെ VD സതീശൻ മേനോൻ എന്ന് പറയുന്ന താങ്കളുടെ കോൺഗ്രസ് ആയിട്ടുള്ള ആ നേതാവിനെ പോലെ പിണറായി വിജയൻ പ്രവർത്തിച്ചിട്ടില്ല. പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷം പ്രവർത്തിക്കുന്ന സമയത്തും മുഖ്യമന്ത്രിയായിട്ട് ഇവിടെ നിൽക്കുന്ന സമയത്തും ഒരു SFIക്കാരനെയും ഒരു KSUക്കാരനെയും അപമാനിച്ചിട്ടില്ല. തന്റെ മുമ്പിലേക്ക് വരുന്ന ഒന്നും വേണ്ട, SFIക്കാരനെ പോട്ടെ, ഒരു KSUക്കാരനെയും അപമാനിച്ചിട്ടില്ല. ഏത് KSUക്കാരനെയും തന്റെ റൂമിലേക്ക് കയറി വരാനും അവരുമായിട്ട് സംസാരിക്കാനും ഒരു മടിയും കാണിച്ചിട്ടില്ല. ഈവൻ യൂട്യൂബേഴ്സിനടക്കം അവരെ അടക്കം വിളിച്ച് മീറ്റിങ്ങുകളും മറ്റും നടത്തിയിട്ടുണ്ട് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ആള്. പക്ഷെ അന്നൊന്നും പൂക്കിച്ചിരി എന്ന് പറയുന്ന വർത്തമാനങ്ങളോ മറ്റൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനത്തെ കോക്കസുകളൊന്നും നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? SFIക്കാരെ തള്ളി പറഞ്ഞിട്ടില്ല പിണറായി വിജയൻ. ഒരു കാലഘട്ടത്തിലും SFIനോ സ്വന്തം പാർട്ടിയെയോ അല്ലെങ്കിൽ DYFIയോ ഒരു സമയത്ത് പോലും തള്ളി പറഞ്ഞിട്ടില്ല പിണറായി വിജയൻ. ദയവേത് VD സതീശൻ പോലെ തന്നെ നിങ്ങൾ പഴയ മുഖ്യമന്ത്രിയെ കരുതരുത് എന്നർത്ഥം. ഇനി ബാക്കി കേൾക്കാം. ആർജവം കാണിച്ചാൽ അതിനെ ഉൾക്കൊള്ളുന്ന മുഖ്യമന്ത്രി അല്ലായിരുന്നു പിണറായി വിജയൻ. എന്നാൽ എന്റെ പൊന്നു സുഹൃത്തെ, ആർജവം കാണിച്ചാൽ അതിനെ ഉൾക്കൊള്ളുന്ന ഒരു മുഖ്യമന്ത്രി ആയിരുന്നു പിണറായി വിജയൻ. അതുകൊണ്ടാണ് KSUക്കാരെ പോലും തള്ളി പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? KSUക്കാരെ പോലും തള്ളി പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? അവഗണന ഉണ്ടായിട്ടില്ല എന്നർത്ഥം. ഇനി ബാക്കിയാക്കാം. അല്ല, പിന്നെ ഞങ്ങൾ ശീലിച്ച രാഷ്ട്രീയം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു വിദ്യാർത്ഥി സംഘടന എന്ന് പറയുമ്പോഴും എല്ലാ കാലഘട്ടത്തും സ്വതന്ത്രമായിട്ടുള്ള നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് KSU എന്ന് പറയുന്നത്. കേരളത്തിൽ ഭരണത്തിൽ ഇരിക്കുമ്പോഴോ പ്രതിപക്ഷത്തായിരിക്കുമ്പോഴോ ഞങ്ങൾക്ക് 2 നിലപാടുകളില്ല. എന്നും വിദ്യാർത്ഥിപക്ഷ അവകാശങ്ങൾ ഏതെല്ലാം കാലഘട്ടത്തിൽ അതിന് ധ്വംസനങ്ങൾ ഉണ്ടാകുന്നു ആ ഘട്ടങ്ങളിലെല്ലാം കൃത്യമായിട്ടുള്ള നിലപാട് പറഞ്ഞിട്ടുള്ളത്, ഭരിക്കുന്ന കൊടിയുടെ നിറം നോക്കാതെ നിലപാട് പറഞ്ഞിട്ടുള്ള പ്രസ്ഥാനമാണ് KSU എന്ന് പറയുന്നത്. എന്തൊക്കെയോ പറയുന്നു. സത്യം പറഞ്ഞ KSUകാരുടെ ഇപ്പൊ പാടാൻ തോന്നുന്നു. പെട്ടെന്ന് കരഞ്ഞോണ്ടിരിക്കില്ലേ? കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ, കനവിന്റെ നോവുകൾ എല്ലാം കാണുന്ന സുബ്ഹാനേ, ദുഃഖങ്ങൾ നീക്കി സലാമത്തേകണേ മന്നാനേ. മതി. അപ്പൊ സുഹൃത്തുക്കളെ, ബൈ.